സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ രീതിയിൽ മാത്രം പ്രവർത്തിച്ചു പോകുന്ന 3 പേരുടെ മുഖംമൂടികൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദിവസത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 94ാമത്തെ ദിവസം. ഒരുപാട് ചർച്ചകൾ നടന്നു, ഒരുപാട് ബഹളങ്ങൾ നടന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് കൺക്ലൂഡ് ചെയ്ത സമയത്ത് ആദിലയും നൂറയും ഫൈനൽ 5 ആയിട്ടാണ് ഇതിൻ്റെ ഫിനാലെ വരുന്നതെങ്കിൽ ഞങ്ങൾ 2 പേരും ഔട്ടായി പോകാനാണ് സാധ്യത, അങ്ങനെയാണെങ്കിൽ മുഴുവൻ കാര്യങ്ങളും വിളിച്ചു പറയും എന്നൊരു ഉറപ്പിൽ അവർ നിൽക്കുകയായിരുന്നു. പക്ഷേ ഫൈനൽ 5 പകരം നിങ്ങൾ ഫൈനൽ 7 ആണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇനി നിലനിൽപ്പാണ് ആവശ്യം, അതുകൊണ്ട് കുറച്ചൊക്കെ തെറ്റുകൾ കണ്ടില്ല എന്നടിച്ച് നമുക്കൊരു സന്ധി ചെയ്യാം എന്ന് ആദിലും നൂറമാർ തീരുമാനിച്ചു. അവരെ ഇനി അധികം വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഉള്ളിലുള്ളതൊക്കെ വിളിച്ച് പറഞ്ഞേക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സന്ധി സംഭാഷണത്തിന് മുതിരുന്നതാണ് നല്ലത് എന്ന് കരുതി അവരെ കെട്ടിപ്പിടിച്ച് അനുമോളും സ്വന്തം തടി രക്ഷിച്ചു. അനുമോളുടെ PR കളികളൊക്കെ പുറം ലോകം അറിയുന്ന രീതിയിൽ ഒരു വലിയ ചർച്ചയാക്കാതെ ആദിലയും നൂറയും ഒതുക്കി. പക്ഷേ ബിഗ് ബോസിന് നല്ല വിവരമുണ്ട്. അവർ തമ്മിൽ നടന്നിട്ടുള്ള സകല ഡിസ്കഷനും എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 94ാമത്തെ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. നമ്മൾ പറയാനുള്ളതൊക്കെ ഇവിടെ വെച്ച് പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരിടാൻ പോകുന്ന അറ്റാക്കിനെ കുറിച്ച് കൂടി ഒന്ന് ഓർമ്മ വേണം എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പേടിയൊക്കെയാണ് അപ്പാനി ശരത്ത് അവിടെ പങ്കുവച്ചിട്ടുള്ളത്. PR-ൻ്റെ അറ്റാക്ക് എന്ന് നമ്മൾ പറയുമെങ്കിലും അത് ആക്ച്വലി നേരിട്ട് അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ള ആളാണ് അപ്പാനി ശരത്ത്. ഇനി അതിലൂടെ കടന്നു പോകണ്ട എന്നുള്ള അത്രയും അയാൾക്ക് ടെൻഷൻ ഉണ്ടാവുന്ന അത്രയും ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മൾ ഈ പറയുന്ന സംസാരത്തിൻ്റെ ഭാഗമായി എന്തായാലും ഒരു PR അറ്റാക്ക് വരും എന്ന് അയാൾക്ക് അറിയാം. അതിനുവേണ്ടി ബിൻസിയും ഒന്ന് ഒരുങ്ങിയിരിക്കണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശമാണ് അയാൾ അവിടെ കൊടുക്കുന്നത്. തന്നെയല്ല, എന്നെ ഒറ്റയ്ക്കാക്കരുത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണിയും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പാനി ശരത്തിൻ്റെ ഒരു അവസ്ഥ അതാണ്. അദ്ദേഹം ഈ പറയുന്ന ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിലും ഈ കടുത്ത അറ്റാക്കുകളൊക്കെ വരുമ്പോൾ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് അതിപ്പോൾ പുള്ളിക്കെന്നല്ലെന്നേ, ആർക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഈ PR-ൻ്റെ പ്ലാൻഡ് അറ്റാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുശേഷം തലേ ദിവസം ബിൻസിയും അപ്പാനി ശരത്തും ബാക്കിയുള്ളവരും എല്ലാം കൂടി ചേർന്ന് അനുമോളെ നല്ലോണം ചോദ്യം ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനെ കുറിച്ച് മസ്താനിയോട് തന്നെ ന്യായീകരിച്ച് സംസാരിക്കുന്ന അനുമോളെയാണ് നമ്മൾ കാണുന്നത്. അതായത് ആദില പറഞ്ഞ കാര്യമൊക്കെ ഉണ്ടല്ലോ, ബിൻസി ഒരു വൈറ്റ് ഡ്രസ്സിൽ ക്ലീവേജ് ഒക്കെ കാണിച്ച് അപ്പാനി ശരത്തിൻ്റെ മുന്നിൽ പോയിരുന്നു എന്ന് പറഞ്ഞവളാണിവൾ എന്ന് അനുമോളെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് ആദില പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ മാത്രം കുറ്റക്കാരിയായി. അതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കാം. പക്ഷെ അവർ ഫുൾ ടൈം ഒരുമിച്ചിരിക്കുന്നു, ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം നമ്മൾ അവളെ വിളിച്ച് ഉപദേശിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും അത് കൂടുതലാവാൻ തുടങ്ങി. പിന്നെ എവിക്റ്റായി പോയിരുന്ന സമയത്തെ അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും. എന്നാലും ഇങ്ങനെ ഹഗ് ചെയ്യുക, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ എന്നുള്ള രീതിയിൽ പറ്റിയ ആളോടാണ് ചോദിക്കുന്നത്, മസ്താനിയോട്. അപ്പോൾ മസ്താനി തിരിച്ചു പറയുന്ന കാര്യം, ഇവരെല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നത് വീണ്ടും ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഇതുപോലത്തെ ബഹളങ്ങളൊക്കെ ഉണ്ടാവും, ഞാനും ഒരു അറ്റാക്ക് ഉണ്ടാവും എന്നറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്, കാത്തിരിക്കുകയാണ് എന്നൊക്കെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം 100 നാവ് കാണിക്കുന്ന അനുമോള് ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കി പത്രമാണ്. ഇപ്പോൾ മസ്താനിയെ ഒറ്റയ്ക്ക് കിട്ടി, ആ സമയത്ത് അവിടെ പോയിരുന്ന് തന്നെ ന്യായീകരിക്കുന്നു. അതിനുശേഷം ജിഷിൻ്റെ അടുത്ത് ചെന്നിരുന്ന് വീണ്ടും ഈ ന്യായീകരണ പരിപാടികൾ തുടങ്ങുകയാണ്. ഈ കൂട്ടുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ, തങ്കച്ചൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു, PR-ൻ്റെ കാര്യം, ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് PR-ൻ്റെ കാര്യം പറയുന്നത്. എന്നിട്ട് അനുവിൻ്റെ ഒരു ക്ലാസിക്കൽ ചോദ്യമുണ്ട്, ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ആരാണ് ഈ ചോദിക്കുന്നത്? ജയിക്കാൻ വേണ്ടിയിട്ട്, ഓരോ ആർഗ്യുമെൻറ്റ് ജയിക്കാൻ വേണ്ടിയിട്ടും, ഓരോ വീക്കെൻഡിൽ പല ആളുകളുടെയും ഇമേജ് മോശമാക്കി അവരെ എവിക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയും എന്തൊക്കെ മോശമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള, ചെയ്തു കൂട്ടിയിട്ടുള്ള ആളാണ് അനുമോൾ. എന്നിട്ട് ആ അനുമോൾ ചോദിക്കുന്നു, ജയിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയിട്ട് സോറി പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അക്ബറിനോട് പോയൊരു സോറി പറഞ്ഞല്ലോ. ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഈ അവസാന ദിവസം ഇപ്പോൾ നമ്മൾ കണ്ടു നിർത്തുന്ന എപ്പിസോഡ് വരെയും അക്ബറിനെ കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അനുമോള് ചെന്ന് മാപ്പ് പറഞ്ഞാൽ അക്ബർ ഉടനെ ക്ഷമിക്കണം. മോശം കാര്യം എന്ന് മാത്രമല്ല, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അനുമോൾ, ആ അനുമോൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ക്ഷമിക്കണം. അങ്ങനെ അനുമോൾ ന്യായീകരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും രാവിലെ എനിക്കെതിരെ ഒരു അറ്റാക്ക് വരാനുണ്ട്, ഞാനത് കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ മസ്താനി നേരെ ബിൻസിയോട് ചെന്ന് സംസാരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് ബിൻസി അവിടുന്ന് ഒരു വലിയ മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ ഒരു അവസ്ഥയായിരുന്നു. ബിൻസിയുടെ ഫുൾ ടെറർ ഇമേജും പുറത്തു വന്നു. ഞാൻ അവരുടെ കോൺവെർസേഷൻ കേട്ടപ്പോൾ മനസ്സിലാക്കിയത്, ബിൻസി എവിക്റ്റ് ആയതിനു ശേഷം മസ്താനിക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ സമയത്ത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയിട്ടില്ല.
അപ്പോൾ അതിനകത്ത് ഈ ദാരിദ്ര്യം വിറ്റ് ആ ഒരു സെന്റിമെന്റ്സ് ഉണ്ടാക്കുകയായിരുന്നില്ലേ എന്നുള്ള രീതിയിലൊരു ചോദ്യം അന്ന് മസ്താനി ചോദിച്ചിരുന്നു. മസ്താനിയുടെ ചോദ്യത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ. ആ ഗെയിമിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇല്ലായ്മ പറഞ്ഞ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു ചോദ്യം അന്ന് മസ്താനി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബിൻസിക്ക് എന്തായാലും ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മസ്താനി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്നേ പറയാമായിരുന്നില്ലേ എന്ന്. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ ഔട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് എത്രത്തോളം ഡാമേജ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ബിൻസി മനസ്സിലാക്കുന്നത്. ശരിക്കും നമുക്കിത് കാണുമ്പോൾ മസ്താനി ആദ്യം പോയി ബിൻസിയോട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ബിൻസി അതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. അവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ലാതെ പിരിയുന്നുണ്ട്. ഞാൻ അന്തസ്സായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള ബിൻസിയുടെ ഡയലോഗിന് മസ്താനി വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചു. ചാച്ചൻ്റെ ഓട്ടോയിൽ കയറിയിട്ടല്ലേ പോയതെന്ന്. ഈ ചാച്ചൻ്റെ ഓട്ടോറിക്ഷ ഇതൊക്കെ വളരെ ഇമോഷണലായി വളരെ സെൻറ്റിമെൻ്റലായിട്ടാണ് ഇതിന് മുൻപും ബിൻസി അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബിൻസി എവിക്റ്റായി പോയത് ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു എന്നുള്ളതിനെ കണക്ട് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു ചാച്ചൻ്റെ ഓട്ടോയിൽ കയറി അല്ലേ എവിക്റ്റായി പോയതെന്ന് പറയുന്ന പോലത്തെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ബിൻസിയുടെ ഉള്ളിൽ ഉറപ്പായിട്ടും നല്ലോണം ആഞ്ഞ് കത്തും. ആ കത്തിയത് മുഴുവൻ ബിൻസി അങ്ങോട്ടേക്ക് ഇറക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്ത പോലെയാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് അങ്ങോട്ട് ബിൻസിയുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു. അതിൽ പക്ഷേ പരാമർശങ്ങൾ വളരെ വളരെ മോശമായിരുന്നു. ഇടയ്ക്ക് ഈ മസ്താനി സൈലൻ്റായി, അതുപോലെ തന്നെ ബിൻസിയും സൈലൻ്റ് ആവുന്നുണ്ട്. മസ്താനിയുടെ രണ്ടാമതൊരു പ്രകോപനം ഉണ്ടാവാതെ തന്നെ ബിൻസി വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ചാച്ചൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി എന്ന് പറയുന്ന ഡയലോഗ് പറയുന്ന സമയത്ത് മസ്താനി ഓൾറെഡി അവരുടെ ലൈഫ് സ്റ്റോറിയിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ബിൻസിക്കും അറിയാവുന്നതാണ്. അപ്പോൾ തൻ്റെ ചാച്ചൻ്റെ ഓട്ടോറിക്ഷയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മസ്താനിയുടെ പിതൃത്വത്തെ തൊട്ടാണ് ബിൻസി പിന്നീട് സംസാരിക്കുന്നത്. ആ കോൺവെർസേഷൻ എനിക്ക് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ രണ്ടുപേരും ഔട്ടായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. അവരുടെ ഗെയിം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ വിലയിരുത്താൻ ഒന്നും തന്നെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എസ്പെഷ്യലി ബിൻസിയുടെ ഭാഗത്തു നിന്ന് അവരുടെ ടെമ്പർ കൺട്രോൾ ചെയ്യണമായിരുന്നു എന്ന് തോന്നി. അത്രയും മോശമായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന മത്സരാർത്ഥികളെക്കുറിച്ച് സംസാരിക്കാമെന്നുള്ളതുകൊണ്ട് ഇതിലേക്ക് ഇൻഡെപ്ത് പോകുന്നില്ല. പക്ഷേ വളരെ മോശം, വളരെ 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 മോശം ഒരു കോൺവെർസേഷനാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ബിൻസി പറഞ്ഞൊരു കാര്യം, ഈ തല്ലി വളർത്താൻ ഒരു അച്ഛനില്ലാത്തതിൻ്റെ കുറവ് എന്നുള്ള രീതിയിൽ മസ്താനിയോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ അനുമോളാണെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, തല്ലി വളർത്തുന്ന അച്ഛനും അമ്മയും. അത് ഇവരുടെ എല്ലാവരുടെയും ഈ ഡയലോഗിൽ ഇങ്ങനെ സ്ഫുരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ പാരൻറ്റിങ്ങിൽ നമ്മളിത് മനസ്സിലാക്കണം. ഈ തല്ലി വളർത്തൽ എന്ന് പറയുന്നത് ഒരു നല്ല പേരൻറ്റിങ് അല്ല. പക്ഷേ ഇവരെല്ലാം ഇത് ഗ്ലോറിഫൈ ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ബിൻസി നിലനിന്ന് പോയിരുന്നെങ്കിൽ ഒരു തീപ്പൊരി കണ്ടസ്റ്റൻ്റ് ആയെന്ന്. പക്ഷേ സോറി ഗൈസ്, നമ്മൾ ഇന്നിപ്പോൾ അത് തിരുത്തി പറയാണ്. കാരണം വൃത്തികേട് പറയാൻ ഒരു എക്സ്ട്രാ കണ്ടസ്റ്റൻറ്റിൻ്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതേ, ഈ അനുമോൾ പറയുന്ന സെയിം ഡയലോഗുകളാണ് ബിൻസി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നല്ലൊരു കുടുംബമുണ്ട്, നല്ലോണം എന്നെ അന്തസ്സായി വളർത്തിയ അച്ഛനുണ്ട്, നിനക്ക് അങ്ങനെ ഒരു തല്ലി വളർത്തിയ അച്ഛനും അമ്മയില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ്. ഇത് പറഞ്ഞ് ബിൻസി അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ചില സ്ഥലത്ത് നല്ല അടിയേക്കാളും നല്ലത് സൈലൻസ് ആണ് എന്നുള്ളത്. ആ സമയത്ത് അനുമോളുടെ ഡയലോഗ് ഞാനത് പഠിച്ചു. ഏത് അനുമോൾ പറഞ്ഞ അതേ ഡയലോഗുകളെ ബിൻസി ഇവിടെ പറഞ്ഞു. അതിന് അനുമോള് പറയുന്ന മറുപടി നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കണം, അത് ഞാൻ പഠിച്ചതാ. ഉള്ള അനുമോളെ സൂപ്പർ. അനുമോൾ ഒരൊറ്റ ആളുടെ സൈലൻസ് കൊണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള വൃത്തികേടുകളൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ, കൊള്ളാം. അനുമോളുടെ ആ സൈലൻസ് അടിപൊളിയായിരുന്നു. അതിനുശേഷം ഇന്ന് കുറച്ച് ആളുകളും കൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് കയറുകയാണ്. ആദ്യം വരുന്ന ആളുകൾ ഒനീൽ, ലക്ഷ്മി, രേണു, ആര്യൻ, ബിന്നി, സാബുമാൻ തുടങ്ങിയ ആളുകളാണ്. ജിസൈൽ വരുന്നുണ്ട്. പക്ഷേ ജിസൈൽ ഒരുപാട് ലേറ്റായിട്ടാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതിൽ പല ആളുകളുടെയും വരവിൽ കുറച്ച് സ്പെഷ്യാലിറ്റി ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സാബുമാൻ തിരിച്ചു വരുന്നത് കാണുമ്പോൾ ഓൾറെഡി അവിടെ തിരിച്ചു കയറി വന്നിട്ടുള്ള പ്രവീൺ ഉണ്ടല്ലോ, പ്രവീണിൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് നോക്കി. കാരണം പ്രവീൺ ഒരുപാട് ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അനുമോളുമായിട്ടുള്ള കോംബോയെക്കുറിച്ചൊക്കെ പുള്ളിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഇതൊന്നുമില്ലാതെ വെറുതെ അവിടെ നിന്നൊരാളാണ് സാബുമാൻ. ഞാൻ എവിക്റ്റായി പോയിട്ട് നീ 90 ദിവസം ഇവിടെ നിന്നല്ലടാ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ ഒരു പക്ഷേ പ്രവീണിൻ്റെ മനസ്സിലുണ്ടാവാം. രേണുവിൻ്റെ തിരിച്ചു വരവിൽ ഞാൻ ശ്രദ്ധിച്ചത് രേണുവിൻ്റെ മുടിയാണ്. കാരണം രേണുവിൻ്റെ തല നിറച്ച് പേനാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുമോള് ഈ പുറത്തിറങ്ങുന്ന സമയത്ത് രേണുവിൻ്റെ അവസ്ഥ അത്ര നന്നാവുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ രേണു ഇസ് ജസ്റ്റ് ലിവിങ് ഹെർ ലൈഫ് നല്ല അടിപൊളിയായിട്ട്. അത് അവരുടെ കോസ്റ്റ്യൂമിലും ഹെയറിലും ഒക്കെ അവരങ്ങനെ കയറി വരുന്നത് കണ്ടപ്പോൾ ഇത് അനുമോൾ കാണണം എന്നെനിക്ക് പറയാൻ തോന്നി. രേണുവിൻ്റെ ആ ഒരു ഹാപ്പിനെസ്, ഒരു പവറൊക്കെ കാണുമ്പോഴേ, അതായത് ഈ അനുമോളുടെ PR കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്നിട്ട് അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയാണല്ലോ. ഈ PR-ൻ്റെ സൈബർ ബുള്ളിങ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ കുറവൊന്നുമല്ല. അത് ആക്ച്വലി വളരെ കൂട്ടം ചേർന്നിട്ടുള്ളൊരു ആക്രമണമാണ്. എല്ലാവർക്കും പ്രതിരോധിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ രേണു അതിനെ പ്രതിരോധിച്ച രീതി ഉണ്ടല്ലോ, അത് കമൻറ്റബിളാണ്. ഇത്രയൊക്കെ അറ്റാക്ക് അവർക്കെതിരെ അഴിച്ചു വിട്ടിട്ടും അവർക്ക്
ഇതൊന്നും യേശുവില്ല. ശരിക്കും രേണുവിനെ തകർക്കുക എന്നുള്ളൊരു എഗ്രിമെൻ്റാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പി ആറിൻ്റെ പണി നിർത്തി വീട്ടിൽ പോവേണ്ടായിരുന്നുള്ളൂ. അതിരി ഒരു ആറ്റിറ്റ്യൂഡാണ് രേണുവിലുണ്ടായിരുന്നത്. മാത്രമല്ല അവർ ഭയങ്കര ചാർജാണെന്നേ. അവർ നെവിനോടും മറ്റുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്തൊരു ഉത്സാഹമാണ്. രേണു ഈസ് ഫുൾ ഓഫ് ഹാപ്പിനെസ് എന്നാണ് ഫീൽ ചെയ്തത്. ഇതിനിടയിൽ നോട്ട് ചെയ്തൊരു കുഞ്ഞു കാര്യമുണ്ട്. അനീഷേട്ടൻ ഭയങ്കര ലുക്കായി ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അയാൾ ഹെയർ സ്റ്റൈൽ നോക്കുന്നതിൻ്റെയോ എന്താണെന്നറിയില്ല, മുഖത്ത് ഭയങ്കര പ്രസന്നതയൊക്കെ ആയിട്ടേ പുള്ളി ഭയങ്കര രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞ് ലക്ഷ്മി അനുമോളോട് സംസാരിക്കുന്നുണ്ട്. ഈ അനുമോൾ ലക്ഷ്മിയോട് സംസാരിക്കുന്ന സമയത്ത് എവിടെയോ ഒരു സബ്മിസീവ് ബോഡി ലാംഗ്വേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമായിരിക്കും. ആ സമയത്ത്, അതായത് അനുമോൾ ലക്ഷ്മിയോട് സംസാരിക്കുന്ന സമയത്ത് ഓർമ്മ വന്നത് നമ്മുടെ ഷാനവാസൊക്കെയോട് അനുമോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ നിങ്ങളെ ശരിയാക്കി തരാം, പുറത്തിറങ്ങിയിട്ട് എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണമെന്ന്. ആ ലക്ഷ്മി ഇപ്പോൾ വടി പോലെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ അവിടെ അനുമോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ലക്ഷ്മിയിൽ നിന്ന് എന്തെങ്കിലും മുഴുമുത്തുകൾ കിട്ടുമോ എന്നാണ് അനുമോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നീയായിട്ടിരുന്നാൽ മതി എന്നുള്ള കടുത്ത ഉപദേശമാണ് ലക്ഷ്മി അനുമോൾക്ക് കൊടുക്കുന്നത്. ചിലപ്പം ലക്ഷ്മിക്ക് കൊടുക്കാനുള്ളത് അനുമോളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കും. പക്ഷേ വന്നവരും പോയവരും ഒക്കെ അനുമോൾക്കാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഏറ്റുവാങ്ങലിനിടയിൽ ലക്ഷ്മിക്ക് കൊടുക്കാനുള്ള കാര്യം അനുമോൾ മറന്നുപോയതായിരിക്കാം. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ വന്നു കയറിയ ആൾക്കാരിൽ ഏറ്റവും എനിക്ക് നേരിട്ട് അഭിനന്ദിക്കണമെന്ന് തോന്നിയത് ആര്യനെയാണ്. ആര്യൻ എല്ലാവരോടും ചെന്ന് അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് ഓരോ ആളുകൾക്കും എന്ത് തരം മോട്ടിവേഷനാണോ ഇഷ്ടം അതറിഞ്ഞ് എല്ലാവരോടും വളരെ പോസിറ്റീവ് വൈബിൽ സംസാരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അനുമോളോടും സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അനുമോളോട് ആര്യൻ സംസാരിച്ചത് ഗതികേടിൻ്റെ മാത്രം പുറത്താണ് എന്നുള്ളത് പിന്നീട് അക്ബറിനോട് ആര്യൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നതാണ്. കാരണം ആര്യൻ്റെ അമ്മയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോലും അനുമോളുടെ PR അറ്റാക്ക് അഴിച്ചു വിടുകയാണ്. ആര്യൻ്റെ പഴയ ചാറ്റുകൾ അവർ പുറത്തെടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും ആര്യൻ്റെ ഫാമിലിക്കെതിരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ പേടി കൊണ്ടാണ്, അല്ലെങ്കിൽ അനുമോളോട് സംസാരിക്കാൻ തന്നെ പേടിയാണ് എന്ന് ആര്യൻ അക്ബറിനോട് പറയുന്നുണ്ട്. ഇതിലൊരു പാറ്റേൺ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇവരുടെ ഒക്കെ ടെൻഷൻ ഇവരെ ആക്രമിക്കുന്നു എന്നുള്ളതല്ല, ഇവരുടെ ഫാമിലിയെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അനുമോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന സമയത്ത് കുടുംബമാണ് വലുത്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാകാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്ന നാഴേക്ക് 40 വട്ടം കുടുംബസ്നേഹം കൊണ്ട് വാത്സല്യം കളിച്ചുകൊണ്ടിരിക്കുന്ന അനുമോൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന PR ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരുടെ കുടുംബാംഗങ്ങളുടെ മനസമാധാനം കളയാന്നുള്ളതാണ്, കുടുംബാംഗങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷം ഇവരെല്ലാവരെയും ഒരുമിച്ചിരുത്തി, ജിസയിൽ ഒഴികെയുള്ള 25 പേരെയും ഒരുമിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും വളരെ ഇമോഷണൽ ആയിട്ടുള്ള, അവരൊക്കെ കരഞ്ഞിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പലരും ആ വീഡിയോ കണ്ട് വളരെയധികം ഇമോഷണൽ ആവുന്നുണ്ട്, ഇൻക്ലൂഡിങ് നമ്മളും ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഗംഭീര എഡിറ്റിംഗ് ആയിരുന്നു. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ചേർത്ത ആ എഡിറ്റിംഗ് ടീമിന് നമ്മളൊരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. അത്രയധികം ആളുകളുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു വീഡിയോ ആയിരുന്നു. നമ്മൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ വീഡിയോ കണ്ടിരുന്ന 25 പേരിൽ അനുമോൾ ഒഴികെ ബാക്കി എല്ലാവരും ഓരോ തെറ്റുകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് ആ തെറ്റ് കാരണം ഒരു വേദനയുണ്ടായി എന്ന് തിരിച്ചറിയുമ്പോൾ മാപ്പ് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഒരിക്കലെങ്കിലും എല്ലാവരും എന്നോട് ക്ഷമിക്കണം, അറ്റ്ലീസ്റ്റ് എവിക്റ്റായി പോകുന്ന സമയത്തെങ്കിലും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ആൻഡ് ഇവരെല്ലാവരും ഒരുപാട് പേർക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളല്ല. പക്ഷേ അനുമോളാണ് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാവുന്ന തരത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫിനെയും കുടുംബജീവിതത്തെയും വരെ തകർക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള അറ്റാക്കുകൾ അഴിച്ചു വിട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അനുമോൾ ഇത്രയും ആളുകളുടെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ, അവരനുഭവിച്ച പെയിൻ കാണുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ, ഞാനിതിനൊരു മാപ്പ് പറയണമല്ലോ എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മുന്നോട്ട് വന്ന് ആത്മാർത്ഥമായി ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ആ വീഡിയോൻ്റെ ഏറ്റവും അവസാനം ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ്, അങ്ങനെയാണ് അവർ ആ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നത്, എത്ര വഴക്കുണ്ടായാലും ഇതിൻ്റെ ഉള്ളിലൊരു നന്മയുണ്ട്, അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അങ്ങനൊരു നന്മ ഇത്രയും മൊമെൻറ്റുകൾ ഓർത്തെടുക്കുന്ന സമയത്ത് അനുമോളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അനുമോൾ ഒരു മാപ്പ് പറയുമായിരുന്നു. ഇപ്പോൾ പലരും ചോദിക്കും, അനുമോൾ സോറി പറഞ്ഞില്ലേ, അക്ബറിനോട് സോറി പറഞ്ഞില്ലേ, മറ്റേ അപ്പാനിശരത്തിൻ്റെ കാല് പിടിച്ചില്ലേ? അപ്പാനിശരത്തിൻ്റെ കാല് പിടിച്ച് അനുമോൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പാനിശരത്തിനോട് മാത്രമാണ്. ഇതിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ബിൻസി അപ്പുറത്തെ സൈഡിൽ നിൽക്കുകയാണ്. ബിൻസിയോട് എപ്പോഴാണ് അനുമോൾ മാപ്പ് പറഞ്ഞത്? അക്ബറിനോട് പോയി പറഞ്ഞ മാപ്പ് 10 പൈസയുടെ ആത്മാർത്ഥത ഇല്ലാത്തതാണ് എന്ന് പിന്നീട് അക്ബർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചുമ്മാ ഒരു പേരിന്
തൻ്റെ പേര് നന്നാക്കാൻ വേണ്ടി പറയുന്ന മാപ്പിനപ്പുറത്തേക്ക് അനുമോൾ ആത്മാർത്ഥമായി ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല. ഇത്രയധികം ആളുകളെ ദ്രോഹിച്ചിട്ടുള്ള ഒരാൾ ഇത്രയും ഇമോഷണൽ മൊമെൻറ്റ്സ് കണ്ടിട്ടും അത് കാണുന്ന സമയത്ത് ഒരു കണ്ണീർ വാർക്കൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അതിന് ശേഷവും അനുമോൾ ചെയ്യുന്നത് പുറത്തിറങ്ങി ജിഷിൻ്റെ അടുത്ത് ആദില, നൂറ, ശൈത്യ, ബിൻസി തുടങ്ങിയ ആളുകളെ കുറ്റം പറയുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ആളുകളെയൊക്കെ വിമർശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെയൊക്കെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റ് അവർ മനസ്സിലാക്കുകയും അവരുള്ളു തുറന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാണ്. ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് നമ്മുടെ ഒരു കോളേജിലോ സ്കൂളിലോ ഒക്കെയുള്ള സെൻഡ് ഓഫ് ദിവസം ആ ഒരു പഠനകാലത്ത് നടന്നിട്ടുള്ള വളരെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ തമ്മിലൊന്ന് കെട്ടിപ്പിടിച്ച്, എടോ ഞാൻ അന്ന് ചെയ്ത് തെറ്റായിപ്പോയടോ, സോറി, താൻ എന്നോട് ക്ഷമിക്കുക, ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അടക്കം വിഷമിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഇപ്പോൾ എൻ്റെ ആരാധകർ നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് അതെത്ര മനോഹരമായ ലാലേട്ടൻ പറഞ്ഞ ഇതിലൊരു നന്മയുണ്ടല്ലോ. ആ നന്മ പുറത്തേക്ക് വരുന്നത് അതൊരു തരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അനുമോളുടെ ആ ഒരു അതിനുശേഷമുള്ള സംസാരം കണ്ടപ്പോൾ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സകലമാന ഇമോഷൻസും ഉള്ളിൽ നിന്ന് പോവുകയാണ് ചെയ്തത്. ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് അനുമോളോ ഷാനവാസോ അനീഷോ നെവിനോ ആദില, നൂറയോ അക്ബറോ ആരോ കപ്പെടുക്കട്ടെ, പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ക്ലിപ്പ് അനുമോൾ എന്തായാലും കാണണം. കാരണം ആ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് അനുമോൾ ഇരിക്കുന്നത് ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും നടുക്കാണ്. ഒനീലിൻ്റെ തോളത്ത് കൈയിട്ട് രണ്ട് പുരുഷന്മാരുടെ ഇടയിൽ അവരത്രയും കംഫർട്ടബിളായിരിക്കുന്നത് അവരിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന നിലയിലോ ഒരു സഹോദരൻ എന്ന നിലയിലോ ഉള്ള ഒരു വൈബിൽ നിന്നാണ്. അതിൽ നിന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സുരക്ഷിത ബോധത്തിൻ്റെയാണ്. ജെൻഡർ വ്യത്യാസമില്ലാതെ അങ്ങനെ ഒരു കംഫർട്ട് സോൺ പ്രദാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം ഇരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനെ ജഡ്ജ് ചെയ്ത് അവിടെ ആണും പെണ്ണുമാണ്, അവരുടെ ഉള്ളിലുള്ളത് മറ്റതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തലേ ദിവസം ബിൻസിയും അപ്പാനി ശരത്തും തമ്മിലുള്ള ആ കാര്യത്തെക്കുറിച്ചൊക്കെ അനുമോൾ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് സദാചാരം അടിക്കുമ്പോൾ അനുമോൾ ചാരിയിരുന്നത് അഭിലാഷിൻ്റെ ദേഹത്താണ്. എതിർലിംഗത്തിൽ പെടുന്ന, ഓപ്പോസിറ്റ് സെക്സിൽ പെടുന്ന ഒരാളുടെ തോളത്ത് കോൺഫിഡൻ്റായി നമുക്ക് ചാരിയിരിക്കാൻ പറ്റും, അവരുടെ കൈ പിടിച്ചിരിക്കാൻ പറ്റും, ഏറ്റവും ആത്മാർത്ഥമായി ഹഗ് ചെയ്ത് ഒരു യാത്ര പറയാനും യാത്ര പറച്ചിലിൻ്റെ ഭാഗമായി ഒരു ചുംബനം കൊടുക്കാനും പറ്റും. ഇതൊക്കെ ഏത് കാലത്ത് പഠിക്കാനാണ്? എന്തായാലും ആ ഇമോഷണൽ സീനുകളും അതിനുശേഷം അനുമോൾ പോയിരുന്ന് ജിഷിൻ്റെ അടുത്ത് എൻ്റെ PR-ൻ്റെ കാര്യം ഇവളുമാർ പുറത്ത് പറഞ്ഞു തുടങ്ങി, ഒരു സുഹൃത്ത് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറയുന്ന ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ഒരു നെക്ലസ് ഉണ്ടായിരുന്നു, അത് കിട്ടുന്നത് ആര്യനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് നമ്മളാരും കണ്ടിട്ടില്ലാത്ത മൈക്ക് മാറ്റിയിട്ടും ആംഗ്യ ഭാഷയിലും ടിഷ്യൂ പേപ്പറിൽ എഴുതിയും ഒക്കെ അനുമോളും ആദിലയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളിലെയും ഉള്ളുകള്ളികൾ ആദില തുറന്ന് പറയുന്നത്. ആദ്യം അതിൻ്റെ സൂചനകൾ ആദില ചെന്ന് പറയുന്നത് അക്ബറിനോടും അപ്പാനി ശരത്തിനോടുമാണ്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, നമ്മൾ എന്തായാലും ഇത് പറയണം എന്നുള്ളത്. അതിനുശേഷം ശൈത്യയെ വിളിച്ച് ഗാർഡൻ ഏരിയയിലേക്ക് കൊണ്ടുപോയിട്ട് ആദില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആ വീക്കിൽ എവിക്റ്റ് ആവാൻ പോകുന്നത് ആദിലയാണ് എന്നൊരു തോന്നലുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദിലെ എവിക്റ്റ് ആവും എന്ന് അനുമോൾക്ക് തോന്നിയതാണ്. അനുമോൾ എവിക്റ്റ് ആവോ എന്ന് പറയുന്ന ഒരു ഡൗട്ട് പോലും അനുമോൾക്കില്ല. ആരോ ഒരാൾ പറഞ്ഞതാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നെവിനാണ്, ഇനിയിപ്പം വേറെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരുത്തുക കേട്ടോ. അതായത് വീക്കെൻഡ് എപ്പിസോഡ്സിൽ എല്ലാവരും അവരുടെ പെട്ടി പാക്ക് ചെയ്ത് വെക്കും എവിക്റ്റ് ആവുകയാണെങ്കിൽ വീട്ടിൽ പോകാൻ. പക്ഷേ ഒരേ ഒരാൾ മാത്രം, അനുമോൾ മാത്രമാണ് തൻ്റെ പെട്ടി ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് വെക്കാത്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അനുമോൾ വോട്ട് മറിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടെന്നും വോട്ട് കൊണ്ട് താൻ എന്തായാലും ഇവിടെ നിൽക്കുമെന്ന്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ യു ആർ സേഫ് എന്ന് പറയുമ്പോൾ അനുമോളുടെ ഒരു അഭിനയ പ്രകടനമൊക്കെ ഉണ്ട്. വേറെ എവിടെയും ഇല്ലെങ്കിൽ അവിടെ അനുമോളുടെ ആക്ടിങ് അത്യാവശ്യം നന്നായിട്ടാണ് വരുന്നത്. ആദില ശൈത്യയോട് പറയുന്ന ഇതാണ്, ആദില എവിക്റ്റായി പോകാൻ സാധ്യതയുണ്ട് എന്ന് എല്ലാവരും ചിന്തിച്ചൊരു വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴേക്കും അനുമോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒരു ഫോൺ നമ്പർ എഴുതി ആദിലയ്ക്ക് കൊടുത്തു. അത് അനുമോളുടെ PR കൈകാര്യം ചെയ്യുന്ന ആളുടെ ഫോൺ നമ്പറാണ്. എന്നിട്ട് അയാൾക്ക് പാസ് ചെയ്യാനുള്ള ഒരു മെസ്സേജും കൂടി അനുമോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അക്ബറിന് വൈറ്റ് വാഷ് അടിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. എന്നിട്ട് ഒരു 50,000 രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നൂറയുടെ വോട്ടിൻ്റെ കാര്യം, നൂറയെ സേഫാക്കി വോട്ടൊക്കെ നേടി ഇവിടെ നിർത്തുന്ന കാര്യം അവർ നോക്കിക്കോളും എന്നുള്ളൊരു കാര്യവും കൂടി അനുമോൾ ആദിലെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഇനി ഒരൊറ്റ ആളും ദയവ് ചെയ്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലോ വന്ന് പറയരുത് അനുമോൾ ആരെയും നെഗറ്റീവ് ആക്കാൻ വേണ്ടി കളിച്ചിട്ടില്ല എന്ന്. കൃത്യമായ ക്ലൂകൾ PR ഏജൻസികൾക്ക് കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ഈ പറഞ്ഞ പോലെ മെസ്സേജ് പാസ് ചെയ്യാനൊന്നും പറ്റാതിരിക്കുമ്പോൾ അനുമോൾ പല ക്ലൂകളൊക്കെ പറയും. ഇന്ന ആളാണ്, ഇയാൾ തീർന്നു, ഇയാൾ ഇനി ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ. അതിനൊരു വലിയ ഉദാഹരണം പറയട്ടെ. ലക്ഷ്മിയും അക്ബറും കൂടി എവിക്റ്റായി പോകുന്നത്, ലക്ഷ്മി എവിക്റ്റ് ആയിട്ടുള്ള ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മി കാറിൽ കയറുമ്പോൾ അനുമോൾ അവിടെ
ചെന്ന് പറയുന്നുണ്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമെന്ന്. കാരണം അക്ബറിനെതിരെ അത്രയും നെഗറ്റീവ് ആകത്തക്ക രീതിയിലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് PR ഏജൻസികൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ, അയാളുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്തുകൊണ്ടാണ് അനുമോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നെവിൻ എവിക്റ്റായി പോവും എന്നവർ പ്രതീക്ഷിച്ചൊരു വീക്കെൻഡ് ഉണ്ടായിരുന്നു, അത് സംഭവിച്ചില്ല. അക്ബർ തിരിച്ചു വരുന്ന സമയത്ത്, ലക്ഷ്മിയുമായിട്ടുള്ള എവിക്ഷൻ്റെ സമയത്ത് അക്ബർ തിരിച്ചു വരുമ്പോൾ അനുമോളുടെ ഭാഗത്തുണ്ടാവുന്നത് ഞെട്ടലാണ്. പക്ഷേ ഇത്രയൊക്കെ ആക്രമിച്ചിട്ടും ഇത്രയൊക്കെ PR ഏജൻസികൾക്ക് ക്ലൂ കൊടുത്തിട്ടും അക്ബർ ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് അക്ബറിനെതിരെ ഏറ്റവും മോശമായിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും അനുമോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബിഗ് ബോസിനോട് ചോദിക്കാനുള്ളത്, ബിഗ് ബോസെ 50,000 രൂപ ഉണ്ടെങ്കിൽ ഒരാൾ എവിക്റ്റ് ആവാതെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനുള്ള വോട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. നിങ്ങൾ ഒരു 10-12 ആഴ്ച ഇത് ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 ലക്ഷം രൂപയൊക്കെ കൊടുത്താൽ ഒരാൾക്ക് 100ാമത്തെ ദിവസം വരെ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കഷ്ടമാണ് ഇതൊക്കെ കേൾക്കുന്നത്. ആക്ച്വലി ഇതിലൊരു വൻ കോമഡി എന്താണെന്ന് വെച്ചാൽ, ഫൈനൽ 5 അല്ല ഫൈനൽ 7 ആണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ ആദില ഈ കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഈ ഒരു കോൺവെർസേഷൻ, ആദില ശൈത്യയോട് ഇത് പറയുന്നു, അതിനുശേഷം നൂറയും സരികയും വരുന്നു, അങ്ങോട്ടേക്ക് അക്ബറും കൂടി വന്നു ചേരുന്നു. ഇവരൊക്കെ തമ്മിൽ ഇതിൻ്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ഔട്ടായി പോകാൻ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തീർക്കണം, മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടേ ഞങ്ങൾ പോവുള്ളൂ എന്നുള്ള തീരുമാനത്തിലേക്ക് ആദിലയും നൂറയും എത്തുന്നുണ്ട്. കാരണം അവർക്ക് കപ്പോ ഫൈനൽ 5ലേക്കുള്ള പ്രതീക്ഷയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ബിഗ് ബോസ് എല്ലാവരെയും കൂടി വിളിച്ചിരുത്തി, ജിസേലിൻ്റെ വരവിന് ശേഷം എല്ലാവരെയും വിളിച്ചിരുത്തി നിങ്ങൾ ഫൈനൽ 7 ആണ് എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദിലയ്ക്കും നൂറയ്ക്കും മനസ്സിലായി നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ഔട്ടായി പോകില്ല. അതായത് 5 പേരെ ഫൈനൽ 5 ആക്കാൻ വേണ്ടിയിട്ട് 2 പേരെ നമ്മളെ ഒഴിവാക്കില്ല, നമ്മൾ ഫൈനൽ 7ലാണുള്ളത്. അപ്പം നമുക്കിവിടെ നിലനിൽപ്പുണ്ട്. നിലനിന്ന് പോകണമെങ്കിൽ അനുമോളുടെ PR-നെ വെറുപ്പിക്കാതെ പോകണം. സ്വാഭാവികമായും രാത്രി ഷാനവാസ്ക അനുമോളെയും കൂടി വിളിച്ചിരുത്തി സംസാരിക്കുന്നൊരു സദസ്സിൽ വെച്ചിട്ട് ഇവരങ്ങോട്ട് സെറ്റിൽ ആവാണ്. അനുമോളെ സംബന്ധിച്ച് ഇനിയും ആദിലയും നൂറയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇതൊക്കെ വായി തോന്നിയതുപോലെ വിളിച്ച് പറഞ്ഞു എന്ന് വരും. അത് അനുമോൾക്ക് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ അവർ തമ്മിൽ പാച്ചപ്പ് ആവുന്നുണ്ട്. പക്ഷേ ആ പാച്ചപ്പിനിടയിൽ നീതി കിട്ടാതെ പോയൊരു മനുഷ്യനുണ്ട്. അയാളുടെ കണ്ണീര് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകുന്നത്. കാരണം ഇത് എല്ലാം തുറന്നു പറയാൻ പോവുകയാണ്, അനുമോളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് പറഞ്ഞ് ഇവിടെ തുടങ്ങിയതെല്ലാം ഇവിടെ തീർത്തിട്ട് പോകുന്ന ഡയലോഗൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് അക്ബർ വരുന്നുണ്ട്. ആദില നൂറമാരുടെ കാര്യം അത് ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി അവരുടെ ഗെയിം പ്ലാനിനെ കുറിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അനുമോളുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, അനുമോൾ തിരിച്ചു കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി ഫേക്കാണ്. വോട്ട് കിട്ടുക, വോട്ടിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതിന് വേണ്ടി മാത്രം അവർ തുടരുന്നൊരു ഫ്രണ്ട്ഷിപ്പാണ് അനുമോളുമായിട്ടുള്ളത്. അത് ആവശ്യമാവുന്ന ഘട്ടത്തിൽ അവർ അനുമോൾക്കൊപ്പം നിൽക്കും. അത് ആവശ്യമില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അനുമോളെക്കുറിച്ച് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അനുമോൾ ഇല്ലാത്ത സമയങ്ങളിൽ അനുമോളുടെ ഇമേജ് നെഗറ്റീവ് ആകത്തക്ക രീതിയിലൊക്കെ അവർ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് നിലനിൽപ്പ് ആവശ്യമായി വന്നപ്പോൾ വീണ്ടും അനുമോളുമായിട്ട് ചേരുകയാണ്. അക്ബറും ഷാരികയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ആദില നൂറമാർ ഇടുന്ന എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴേ, അതായത് ഈ ലാലേട്ടൻ വന്ന് പറയുന്ന സമയത്തും ഇപ്പോൾ പുറത്തു പോയിട്ടുള്ള ആളുകൾ തിരിച്ചു വന്ന് പല കാര്യങ്ങളുമൊക്കെ, അതായത് അനുമോളുടെ ഈ അറ്റാക്കിൻ്റെ ഭാഗമായി, PR അറ്റാക്കിൻ്റെ ഭാഗമായി അവർ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ അയ്യോ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവൾ ഉണ്ടാക്കിയോ എന്ന് പറയുന്ന ആശ്ചര്യചിഹ്നമായി നിൽക്കുന്ന ആദില നൂറമാരെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, അനുമോൾ ഇങ്ങനെ ആളുകളെ കൊടുക്കുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ ഒപ്പം ആദിലയും നൂറയും ഉണ്ട്. അവരുടെ ഈ വർത്താനങ്ങൾ, അവർ ഈ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് പുറത്തുള്ള ആളുകളെ ഇത്രയധികം ബാധിക്കുമെന്നുള്ളത് ഇവർക്ക് അന്നേ അറിയാം. അക്ബറിൻ്റെ പേര് എഴുതി കൊടുത്ത് അക്ബറിന് വൈറ്റ് വാഷാണ് നടക്കുന്നത്, അതുകൊണ്ട് അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കണം എന്ന് PR ഏജൻസിയെ അറിയിക്കണമെന്ന് പറയുമ്പോൾ ആദില ആ നമ്പർ വാങ്ങിച്ച് പേപ്പർ എടുത്ത് പോക്കറ്റിലിടുകയാണ് ചെയ്തത്. അല്ലാതെ അക്ബറിനോട് അന്ന് പോയി പറയുകയോ അനു നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയോ അനുവുമായിട്ടുണ്ടായ സൗഹൃദം അതിൽ പശ്ചാത്തപിക്കുകയോ ഒന്നുമല്ല. അവർക്ക് വോട്ട് കിട്ടണമായിരുന്നു, നിലനിന്ന് പോരണമായിരുന്നു. അതിനുവേണ്ടി അനുമോൾ ചെയ്ത എല്ലാ തെറ്റിനും കൂട്ടുനിന്നു. എന്നിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ കുറ്റബോധം അങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ്. എന്ന് വെച്ചാൽ വൻ കുറ്റബോധം. നിങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് കുറ്റബോധം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദില നൂറമാർ ഈ ഒരു 10-100 ദിവസത്തിനിടയ്ക്ക് ഒരു 25-30 പ്രാവശ്യമെങ്കിലും അനുമോളെക്കുറിച്ച് ആലോചിച്ച് കുറ്റബോധത്തിൽ ആറാടിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കുറ്റബോധം മാറുകയും ചെയ്യും, അനുമോളുടെ അടുത്ത് കൂട്ടാവുകയും ചെയ്യും. ഇത് മുഴുവൻ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരുടെ ഈ ഗെയിം കാണുമ്പോഴേ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് കാണുന്ന സമയത്ത് ആക്ച്വലി ഇവർ ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോകുന്നതാണോ അതോ ഇൻഫ്ലുവൻസ്ഡ് ആകാൻ വേണ്ടി എഫേർട്ട് ഇട്ട് നിൽക്കുന്നതാണോ എന്ന് നമുക്ക് തോന്നും. ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട്, എനിക്കൊരു സ്റ്റാൻഡുണ്ട്, ബേബി ഇങ്ങനെ
ഇങ്ങനെയാണ്, ബേബി അങ്ങനെയാണ് എന്നൊക്കെ ഡയലോഗുകൾ ഇവർ പറയുമ്പോഴും ഇവർക്കൊരു സൈക്കിൾ സ്റ്റാൻഡ് പോലും എടുക്കാനില്ല എന്നാണ് തോന്നുന്നത്. യാതൊരു നിലപാടും ഇല്ലാതെ നിലപാടുകൾ പല രീതിയിൽ പറയുകയും പല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അക്ബറിനെതിരെ PR-നെ സെറ്റ് ചെയ്യുന്നത് കൂടാതെ 2 കാര്യങ്ങൾ കൂടി ആദില ശൈത്യയോട് തുറന്നു പറയുന്നുണ്ട്. അതിലൊന്ന് ആര്യനെ ആണെന്നാണ് നമ്മൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കുറച്ച് ആളുകൾ സാബുമാനാണ് എന്നും പറയുന്നുണ്ട്. അനുമോള് ആ ഒരു പുരുഷനെ ആര്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന്, അതായത് അവനൊരു ഞരമ്പനാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന്. എന്നിട്ട് ഈ ആൾക്കാരോടൊക്കെ ഒപ്പം ചിരിച്ച് കളിച്ചിരിക്കാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അനുമോൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ആദില വേവലാതിപ്പെടുന്നുണ്ട്. ആദില ഇക്കണ്ട ദിവസങ്ങളൊക്കെയും ഇതേ ആൾക്കാരോട് നല്ല രീതിയിലല്ലേ ബിഹേവ് ചെയ്ത്. ഇപ്പോഴാണ് ആദിലയ്ക്ക് അത് കാണുമ്പോൾ വിഷമം വരുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, അവർ ആ കാറിനകത്ത് ഇരുന്ന ബിഗ് ബോസിൻ്റെ ക്ലാസിക്കൽ ടാസ്ക്കാണ്. ആ ടാസ്കിലിരിക്കുന്ന സമയത്ത് അനീഷ് എന്ന് പറയുന്ന പുരുഷൻ്റെ ദേഹത്ത് കൈവച്ച് നൂറ അനീഷിൻ്റെ തോളത്ത് കൈയിടുക, അനുമോള് അനീഷിൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അനീഷ് എന്ന് പറയുന്ന പുരുഷനെ പെൺകുട്ടികൾ തൊട്ട് അൺകംഫർട്ടബിൾ ആക്കി ഇറക്കി വിടാമെന്ന് പ്ലാൻ ചെയ്തു. ആരൊക്കെയാണിത് പ്ലാൻ ചെയ്തത് നോക്കൂ. ബേബിയുടെ വയറിൽ നോക്കിയിട്ട് വാഗോണ്ട് എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു, അനുമോളുടെ ദേഹത്ത് തൊട്ടുരുമി, വളരെ മോശമായി പെരുമാറുന്നു, നോട്ടം ശരിയല്ല എന്നൊക്കെ ഇത്രയും നാൾ പുരുഷന്മാരെ കുറിച്ച് ഫോൾസ് അലിഗേഷൻസ് അടിച്ചിറക്കി വുമൺ കാർഡ് ഇറക്കി കളിച്ചിട്ടുള്ള പുരുഷന്മാരെ കുറിച്ച് ഏറ്റവും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള 3 പെണ്ണുങ്ങളും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ് ഒരു പുരുഷനെ തൊട്ട് അൺകംഫർട്ടബിൾ ആക്കി ഗെയിമിൽ നിന്ന് ഔട്ടാക്കി കളയാം. ആ പ്ലാൻ അന്നിട്ടിട്ടുള്ള ആദിലേക്ക് ഇന്നത് ആലോചിക്കുമ്പോഴാണ് കുറ്റബോധം ഉണ്ടാകുന്നത്. അനീഷ് എത്ര തവണ ആ കാറിലിരുന്ന് പറഞ്ഞു എൻ്റെ ശരീരത്ത് തൊടരുത്, ഞാൻ അൺകംഫർട്ടബിൾ ആകുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു 1-2 പോട്ടെ ഒരൊറ്റ പ്രാവശ്യം ഒരു പെൺകുട്ടി പറഞ്ഞതിന് ശേഷവും ഒരാൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കാൻ സാധ്യത? ഇവർ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് അനീഷിനെ ഔട്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അനീഷിന് മാൻ കാർഡ് ഇറക്കാൻ പറ്റില്ലല്ലോ. അവർക്കോ ഉളുപ്പില്ല. ബിഗ് ബോസിനെങ്കിലും കുറച്ച് ഉളുപ്പ് കാണിച്ചൂടെ? അടുത്ത പ്രാവശ്യമാണെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡുള്ള കണ്ടസ്റ്റൻസിനെ, പുരുഷന്മാർക്ക് ജീവിക്കണ്ടേ? ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഒന്നെങ്കിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചു, മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും മോശം ഫോൾസ് അലിഗേഷൻസ് ഏറ്റുവാങ്ങിയിട്ട് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞ് PR ആർമിക്കാരുടെ ഏറ്റവും മോശമായിട്ടുള്ള ഡയലോഗ് ഒക്കെ കേട്ട് ജീവിതം തന്നെ മുരടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, കുടുംബാംഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഇങ്ങനെ എത്തേണ്ട കാര്യമില്ലല്ലോ ഈ ഗെയിമിൽ വരുന്നൊരു പുരുഷൻ. കുറച്ച് സ്റ്റാൻഡേർഡുള്ള കണ്ടസ്റ്റൻസിനെ കയറ്റി വിടണം എന്നാണ് പറയാൻ തോന്നുന്നത്. ഇത് ഉണ്ണി ഒരു പുരുഷക്കാർഡ് ഇറക്കി എന്ന് പറയരുത്. നമ്മുടെ ടീമിലുള്ള ഒരു സ്ത്രീ തന്നെയാണ് പറഞ്ഞത്. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും മോശമായിട്ടാണ് ഇവർ പുരുഷന്മാരോട് പെരുമാറുന്നതെന്ന്. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അക്ബർ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അത് അക്ബറിന് മാത്രമേ ഈ ബിഗ് ബോസ് ഹൗസിൽ പറയാൻ പറ്റുള്ളൂ. എൻ്റെ സ്റ്റാൻഡിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? തുടക്കം മുതൽ അവളെ എതിർക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ സ്റ്റാൻഡിൽ ഇന്ന് വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ശരിയാണ്, അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏറ്റവും മോശം പ്രവർത്തികൾക്കൊക്കെ എതിരെ അതിശക്തമായി ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് അക്ബർ. അതിൻ്റെ പേരിലാണ് അക്ബറും അക്ബറിൻ്റെ ഫാമിലിയും പുറത്ത് ഈ PR ടീമുകളുടെ അറ്റാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അക്ബറിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അക്ബറിനെതിരെ ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാൻ വേണ്ടി PR ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു? അക്ബർ ഏഷ്യാനെറ്റിൻ്റെ പ്രിയപുത്രനാണ് എന്നുള്ളതാണ്. അതിനുള്ള മറുപടി അക്ബർ തന്നെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ഹിറ്റായി മാറിയിട്ടുള്ള സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഷാനവാസ് ഖാൻ. അതിലൂടെ തന്നെ ഫേമസ് ആയിട്ടുള്ള സീരിയലിലൂടെ തന്നെ ഫേമസ് ആയി ഏഷ്യാനെറ്റിൻ്റെ ആളാണ് ബിന്നി എന്ന് പറയുന്നത്. കലാഭവൻ സരികയും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടുത്തെ ആളല്ലേ എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അക്ബറിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ മാർഗം കണ്ടെത്തുന്നത്. നമ്മളിവിടെ താറടിച്ച് കാണിക്കുക, പുറത്ത് PR-ന് ഓരോ ഹിൻഡ് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അക്ബർ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവള് പറഞ്ഞേൽപ്പിച്ച ആൾക്കാർ, ഇവള് പൈസ കൊടുത്ത് ഏൽപ്പിച്ച ആളുകൾ പുറത്ത് എൻ്റെ ഫാമിലിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് അക്ബറിൻ്റെ കണ്ണ് നിറഞ്ഞു തുടങ്ങുന്നത്. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന കലാഭവൻ സരികയും റെനയും ഒക്കെ അക്ബറിനെ ആശ്വസിപ്പിക്കുന്നത്, നിൻ്റെ ഇമേജ് ഇപ്പോഴും പുറത്ത് സേഫാണ്, നിൻ്റെ ഇമേജിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴും അയാൾ പറയുന്നത് എൻ്റെ പെണ്ണിനെ, എൻ്റെ ഫാമിലിയെ അവർ പുറത്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇവിടെ 2 പേരുടെ പെയിനാണ്. ഒന്ന്, അക്ബർ അകത്തിരുന്നത് അറിയാണ്. ഇതിന് അക്ബറിന് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ അനുമോള് ഇങ്ങനെ PR ഏജൻസിയെ ഏൽപ്പിക്കാൻ പറഞ്ഞു, ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ആദിലയാണ് അക്ബറിനോട് വന്ന് പറഞ്ഞത്. അക്ബറിനത് നേരിട്ട് എന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആദില കൂടെ നിന്നേ പറ്റൂ. ആദിലത് ചെയ്യുന്നില്ല. ചെയ്യാമെന്ന് വാക്ക് കൊടുത്ത് പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന അക്ബറാണ്. അതേസമയം അക്ബർ ഇങ്ങനെ ഹെൽപ്ലെസ് ആയി നിൽക്കുകയും പുറത്ത് അറ്റാക്കുകൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന അക്ബറിൻ്റെ ഫാമിലിയുണ്ട്. അതിനെ കൂടി ആലോചിച്ചുകൊണ്ടാണ് അക്ബറിൻ്റെ കണ്ണ് നിറയുന്നത്. അത് കണ്ടപ്പോൾ ഇത്ര
ഇത്ര ഹെൽപ്ലെസ് ആയ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്, അത് അക്ബർ ചോദിക്കുന്നൊരു ചോദ്യം. അവളുടെ കയ്യിൽ കാശുണ്ടെന്ന് വെച്ച് നമ്മളെ കരിവാരി തേക്കുകയാണ്. അവൾക്ക് ഒരാൾക്ക് 50 ലക്ഷം കിട്ടണമെന്ന് വിചാരിച്ച് നമ്മൾ 25 പേരുടെയും ജീവിതം ഇല്ലാതാക്കുകയാണോ വേണ്ടത് എന്നുള്ളതാണ്. നമ്മളും ബിഗ് ബോസ് ഹൗസിലെ അനുമോളുടെ ഓരോ സ്ട്രാറ്റജിയും കാണുമ്പോൾ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. ഈ പ്രൈസ് മണി കിട്ടാൻ വേണ്ടി, ഈ കപ്പ് കിട്ടാൻ വേണ്ടി എത്ര ആളുകളുടെ ജീവിതവും അവരുടെ കുടുംബാംഗങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെയാണ് ഇവിടെ ബലിയാടാക്കപ്പെടുന്നത്. അനുമോൾ ഒരുപാട് സത്യങ്ങൾ ആ ബിഗ് ബോസ് ഹൗസിൽ ഇട്ടിട്ടുണ്ട്. അതാണ് സത്യം, ഇതാണ് സത്യം, ദൈവമാണ് സത്യം, അച്ഛനും അമ്മയും സത്യം, പ്ലാച്ചിയാണേ സത്യം, എനിക്ക് എൻ്റെ അങ്ങനെ കുറേ സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്ബർ എന്നിട്ടൊരു സത്യമുണ്ട്, എൻ്റെ സംഗീതമാണേ സത്യം, എൻ്റെ തൊണ്ടയാണ് സത്യം. ഇങ്ങനെ വൃത്തികെട്ട ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അത്രയും, അതായത് അയാളുടെ കരിയർ, അയാളുടെ ജീവിതം ഒക്കെ മുന്നോട്ട് പോകാൻ അയാൾക്ക് വേണ്ടുന്നൊരു കാര്യത്തെ തൊട്ട് അയാൾ സത്യം ചെയ്യുകയാണ്. ഇത്ര വൃത്തിയായിട്ട ഒരാളെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ അക്ബർ ഏറ്റുവാങ്ങുന്ന, അക്ബറിൻ്റെ ഫാമിലി ഏറ്റുവാങ്ങുന്ന പെയിൻ എത്രത്തോളം ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്ന ആൾക്കാർ, അവർ പല സമയങ്ങളിൽ എവിക്റ്റായി പോയിട്ടുള്ളതാണ്. പുറത്ത് അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും, ഗെയിമിൽ അവർക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് പ്രിയപ്പെട്ട ആളുകളോട് സംസാരിക്കാൻ, അങ്ങനെ എന്തൊക്കെ ഉണ്ടാവും. പക്ഷേ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്ന ഓരോ ആളുകൾക്കും മിനിമം ഒരു ഇൻസിഡൻറ്റെങ്കിലും ഉണ്ടാവും. അനുമോൾ കാരണം, അനുമോളുടെ PR കാരണം അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു എക്സ്പീരിയൻസ് എങ്കിലും. നമ്മൾ പറയുമ്പോൾ മറ്റേ പഞ്ച് ഡയലോഗായിട്ട് പറയാണ്, കാരണം പന്നിങ്കതാ കൂട്ടമാ വരും, സിംഗം സിംഗിളാ വരും എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അനുമോളെ സിംഗപ്പെണ്ണായി കാണിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ആ ഡയലോഗ് പറയേണ്ട സെനാരിയോ അല്ല ഇത്. തൻ്റെ പേഴ്സണൽ ലാഭത്തിന് വേണ്ടി ആരുടെ ജീവിതവും കുട്ടിച്ചോറാക്കാം എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് പ്ലാൻ ചെയ്ത് കണ്ണിച്ചോരയില്ലാതെ ഒരു കരുണയും കാണിക്കാതെ ആളുകളുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് വന്നു കയറിയിട്ടുള്ള ഓരോ ആൾക്കാരും അവരുപയോഗിക്കുന്ന ഭാഷയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ പെയിനാണ്. അവർ ഓരോരുത്തരും അനുഭവിച്ച കാര്യം പറയുമ്പോൾ ഇത് അനുഭവിക്കാത്ത ആൾക്ക് പോലും ഈ പെയിൻ മനസ്സിലാവുന്നുണ്ട്. കലാഭവൻ സരിക അവിടെ വന്ന് അക്ബറിനോട് അടക്കം പറയുന്നത് ഇത് എല്ലാവരും അറിയണം, എല്ലാവരും ഈ കാര്യം ഡിസ്കസ് ചെയ്യണം. നമുക്ക് പ്രേക്ഷകരെ മുഴുവനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം PR ഏജൻസികളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അങ്ങനെ നമുക്ക് പ്രേക്ഷകരെ ധരിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മൾ 25 പേർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അവിടെ 26 പേരുണ്ടായിരുന്നു കണ്ടസ്റ്റൻസ്. കലാഭവൻ സരിക പറഞ്ഞത് നമ്മൾ 25 പേരാണ്. നമ്മൾ 25 പേരെയും ആക്രമിക്കാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിർദാക്ഷിണ്യം നിലകൊണ്ടിരിക്കുന്നത് അനുമോളാണ്. അനുമോൾ അവിടെ മറ്റൊരാളാണ്. ഈ ആദിലയുടെ മറ്റും ഈ കാര്യങ്ങളൊക്കെ ഇപ്പം തുറന്നു പറയുന്നുള്ള എക്സ്പ്രഷൻ കാണുന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ട്, ഇനി തുറന്ന് കാണിച്ചിട്ടേ പോകുള്ളൂ, കപ്പ് കോപ്പ് പോട്ടെ, ഇനി കപ്പടിക്കലല്ല വിഷയം, അവനവന് നേരിട്ടിട്ടുള്ള പേഴ്സണൽ അറ്റാക്കിന് നീതി കിട്ടണം, ഇതാണ് അവിടുത്തെ വിഷയം എന്നുള്ളതാണ്. അങ്ങനെ അക്ബർ അത്രയും തീയായിട്ട് അവിടെ നിൽക്കുകയും ഒരു ഡിസ്കഷൻ ഉണ്ടായാൽ എല്ലാവരും ഒപ്പം നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്ന എല്ലാ കോൺഫിഡൻസും കൊടുത്ത ശേഷം വോട്ട് വേണം, കുറച്ച് ദിവസം കൂടി എക്സ്ട്രാ ഇവിടെ നിന്നേ പറ്റൂ എന്നൊരു തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത് ആദിലയും നൂറയും കൂടി ഒരു മലക്കമറിച്ചിലുണ്ട്. ഒരു പക്ഷേ അക്ബറിനെ അനുമോൾ ആക്രമിച്ചതുപോലെ തന്നെ, അക്ബറിൻ്റെ ഫാമിലിയെ ആക്രമിക്കുന്നത് പോലെ തന്നെ അക്ബർ വീണ്ടും തകർന്നു പോയൊരു മൊമെൻ്റ് ആയിരിക്കും അത്. അവർ തമ്മിലുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ പുറത്തിരുന്ന അപ്പാനി ശരത്തിനോട് അയാൾ പറയുന്നതും അതേ കാര്യമാണ്. ഇവിടെ ബിഗ് ബോസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബുദ്ധിപരമായ കാര്യം, ആദിലയും നൂറയും ഈ കാര്യം അനുമോളുമായി പറഞ്ഞ് ഒരു ഫൈറ്റിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഇങ്ങനൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നുവെന്നും ബിഗ് ബോസിനെ പോലും മറികടന്നുകൊണ്ട് അവർ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയെന്നും PR ഏജൻസി, പൈസ കൊടുപ്പ്, ഇതൊക്കെ അനുമോൾ ഇന്ന് ജിഷിനോട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞു, PR ഏജൻസിയുടെ കാര്യം പറഞ്ഞു, നുണ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന്. പക്ഷേ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നും അത് എത്ര ടോക്സിക് ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നും പുറത്തിറങ്ങിപ്പോയ കണ്ടസ്റ്റൻസിനെയും അവരുടെ ഫാമിലിയുടെയും മനസമാധാനത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ഉള്ളതും ബിഗ് ബോസ് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. അവർക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കളയായിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് കളയാതിരുന്നത് അവർ തമ്മിലൊരു ഡിസ്കഷൻ എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ പ്രേക്ഷകൻ ഇതറിയണം, നമ്മളിത് മനസ്സിലാക്കണം. കുറേ ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കില്ല കേട്ടോ. ഇത് കഴിയുമ്പോൾ അനുമോളുടെ PR-ൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു മെസ്സേജ്, അനുമോൾ അപ്പോഴും ക്ഷമിക്കാൻ തയ്യാറായി, എന്നിട്ടും ആദിലയും നൂറയും അനുമോളുടെ രഹസ്യങ്ങളൊക്കെ, അനുമോളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ക്യാപ്സ്യൂൾ എത്ര കണ്ടിരിക്കുന്നു. ബിഗ് ബോസിലെ ഗെയിമിനെ കുറിച്ചും ഒറ്റപ്പെടുത്തലിനെ കുറിച്ചും അതുപോലെ പുരുഷവിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകളും ഫോൾസ് അലിഗേഷൻസും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജാതിയും മതവും പറഞ്ഞ് വരെ വോട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഈ അതിഥികൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയും ആ സമ്മാനത്തിനോട് ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ലെറ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ തിരിച്ചു വന്നത് ഒരു റീ എൻട്രി അല്ല, 96 ദിവസം മുമ്പുള്ള ഈ ഹൗസിൻ്റെ പുനർജന്മമായിരുന്നു. ഈ
ജൈത്രയാത്രയുടെ അഭിമാന സ്തംഭമായി മാറിയ പോരാളികൾക്ക് സ്നേഹ സമ്മാനം എന്നാണ്. അതായത് 96 ദിവസം മുമ്പ് ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ബിഗ് ബോസിന് ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ 7 പേരായിട്ട് ചുരുങ്ങി കഴിഞ്ഞപ്പോൾ 7 മൂലക്കിരിക്കുകയാണ്. 2 ബേബി വിളി ഒരു ദിവസം കേൾക്കാൻ പറ്റുമെന്നുള്ളതും ഇടയ്ക്ക് അനീഷേട്ടൻ അനുമോൾ പ്രണയത്തിനെ കുറിച്ചുള്ള കുറച്ച് ടോക്കുകൾ ഉണ്ടായി എന്നുള്ളതും ഒഴിച്ചാൽ ബിഗ് ബോസിന് കണ്ടന്റ് കിട്ടാതെ അത് വളരെ ഒരു ക്ഷാമാവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി കയറി വന്നത്. വളരെ ടോക്സിക്കായ മോശം സംഭാഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൊടുത്തതിനുള്ള സ്നേഹസമ്മാനമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ വന്നത് നന്നായി മക്കളെ, ഞാനിവിടെ കണ്ടന്റ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ബിഗ് ബോസ് പറയാതെ പറയായിരുന്നു. എന്തായാലും 4 days to go എന്ന് പറയുന്ന ബോർഡ് വെച്ചിട്ടുള്ള ഈ 94 ദിവസത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തുറന്നു കാണിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങൾ തുറന്നു കാണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തുറന്ന മനസ്സോടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ലാലേട്ടൻ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കൂടി പറയാണ്, നന്നായി ഗെയിം കളിച്ച ഗെയിമറിനെയാണ് നമ്മളിവിടെ വിജയിപ്പിക്കേണ്ടത്. അല്ലാതെ സങ്കടപ്പെടുന്ന സെലിബ്രിറ്റിക്കോ കുരുത്തക്കേട് കാണിക്കുന്ന സെലിബ്രിറ്റിക്കോ മയങ്ങി വീഴുന്ന സെലിബ്രിറ്റിക്കോ നുണകൾ മാത്രം പറഞ്ഞു വരുത്തുന്ന ഫോൾസ് അലിഗേഷൻസ് ഉണ്ടാക്കുന്ന സെലിബ്രിറ്റിക്കും അല്ല നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. നന്നായി ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാണ്. അത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.